ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനാൽ ഇവർ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ അധ്യാപകരുമല്ല, ഇവിടുത്തെ പ്രധാന അധ്യാപകരായിട്ടുള്ള അനൂപ് എന്ന വ്യക്തിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക തിരിമറി നടത്തിയതിനു ശേഷം ഇയാൾ ഇവിടെ നിന്ന് നാട് വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും വിദ്യാജാലകം വീട്ടിലൊരു ലാപ്ടോപ്പ് പദ്ധതി എന്ന പേരിലാണ് കുട്ടികൾക്ക് വീട്ടിൽ ലാപ്ടോപ്പ് എത്തിക്കുന്ന ഒരു പദ്ധതിയുടെ പേരിൽ നിരവധി പേരിൽ നിന്നും രൂപ കളക്ട് ചെയ്യുകയും ഈ കളക്ട് ചെയ്തതിൽ ഏകദേശം 1.5 കോടിയോളം രൂപയാണ് ഈ നിൽക്കുന്ന എല്ലാവരിൽ നിന്നും ഇവർ കളക്ട് ചെയ്തിരിക്കുന്നത്. കളക്ട് ചെയ്ത പൈസയുമായി ഇയാൾ ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു. ഇയാൾ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസം, കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് പുള്ളി മുതലെടുത്തത്. 25 മാസം കൊണ്ട് തീരുന്ന ഒരു ചിട്ടിയാണ്. ചിട്ടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൈസ വെക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിശ്വാസത്തിന്റെ പുറത്ത് 3ഉം 4ഉം ചിട്ടികൾക്ക് ചേർന്നവരുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് മേളിലൊക്കെ ചിട്ടി വെച്ചവരുണ്ട്. എന്നെ ഒരു ചിട്ടിക്കാണ് ചേർത്തിരിക്കുന്നത്. സാർ എന്നെ പഠിപ്പിച്ചാണ് 5 വർഷത്തോളം എന്നെയും എൻ്റെ അനിയത്തിയും എൻ്റെ ഹസ്ബൻഡിനെ പഠിപ്പിച്ച ആ ഒരു വിശ്വാസത്തിൽ എൻ്റെ വീട്ടിൽ വന്ന് ചേരാൻ പറഞ്ഞപ്പോൾ ഒരുപാട് കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ആ ചിട്ടിയിൽ ചേർന്നത്. എല്ലാ മാസം 15-ാം തീയതിക്കുള്ളിൽ ഞാൻ പൈസ ഇട്ട്, ഞാൻ ഗൂഗിൾ പേ വഴിയായിരുന്നു പൈസ ഇട്ട് കൊടുത്തിരുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും തെളിവും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ജനുവരി മാസം നമ്മുടെ ചിട്ടി തീരുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു എൻ്റെ പൈസ ഉടനെ കിട്ടുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് സാറ് പറഞ്ഞു ജനുവരി 30-ാം തീയതിക്കുള്ളിൽ എൻ്റെ പൈസ തരുമെന്ന്. അതിനുശേഷം ഞാൻ വിളിച്ചെന്നൊക്കെ ഫോണും എടുത്തിട്ടില്ല. യാതൊരു തരത്തിലുള്ള കോൾ ബാക്കോ മെസ്സേജോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം മുങ്ങിയതിന് ശേഷം തന്നെ 2 തവണ ഞങ്ങൾക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് തന്നെ. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹം മുങ്ങിയെന്ന് ഫോൺ ഓഫ് ആയെന്ന, അത് തെറ്റായ കാര്യമാണ്. അവൈലബിൾ അല്ല. പക്ഷെ ഇദ്ദേഹം കഴിഞ്ഞ ജനുവരി 30-ാം തീയതി 31-ാം തീയതി 2 വോയിസ് ഇട്ടിട്ട് അയാളുടെ നമ്പറിൽ നിന്ന് തന്നെ അത് വന്നിട്ടുള്ളത്. പോലീസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെയല്ല, ഇദ്ദേഹം മുങ്ങി അന്ന് തൊട്ട്